എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും. അതിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇവിടെ 50,000 മുതൽ കോടികൾ വരെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ആയിട്ട് വാങ്ങാവുന്ന പോളിസികൾ വിപണിയിലുണ്ട്. അത് 50,000 ഒക്കെ എടുത്ത് അറിയാം, ഓരോന്നിനും ഓരോ അപാകതകളുണ്ട്. വലിയ വലിയ പോളിസി എടുക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങളുണ്ട്. ചെറിയ പോളിസിക്ക് ആണെങ്കിൽ ഇപ്പൊ ഒരു പൈസ പോലും ഇല്ലാത്തവൻ ഒരു പോളിസി എടുക്കണം എന്ന് തോന്നി അവൻ 50,000 മുതൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെ, ഒരു 50,000 തന്ന ഫുള്ളായിട്ട് എങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ഒരു കോടികളുടെ ബിസിനസ് എടുക്കുന്നവന് പിന്നെ പോളിസി എടുക്കുന്നവൻ അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, അവന് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും. ഒരു ആവറേജ് പോളിസി എടുക്കുന്ന ആളുകളും കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ. ആവറേജ് പോളിസി എടുത്തിട്ട് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ പോയി കിടക്കുമ്പോൾ കുറെ പൈസകൾ കിട്ടാതെ വരും. അത് ഏജന്റിന്റെ കുഴപ്പമോ കമ്പനിയുടെ കുഴപ്പമോ അല്ല, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പോളിസികളുടെ കുഴപ്പമാണ്. അപ്പൊ പിന്നെ അസുഖം ഉള്ളെങ്കിൽ മറച്ചു വെക്കാതെ എടുക്കുക. എന്തൊക്കെ വെളിപ്പെടുത്തണം, എന്തൊക്കെ വെളിപ്പെടുത്തണ്ട, മെഡിക്കൽ ചെക്കപ്പ് വേണോ ഇല്ലയോ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ പോളിസികളും സെലക്ട് ചെയ്യാൻ. അപ്പൊ വിവിധ തരം കമ്പനികളിൽ നിന്ന് പോളിസികൾ നമ്മുടെ ഫീൽഡിൽ സുലഭമാണ്. അതിലെ എല്ലാ കമ്പനികളുടെ പോളിസികൾക്കും ചിലതിന് പ്രീമിയം കുറവുണ്ട്, ചിലതിന് കൂടുതലുണ്ട്. ആവറേജ് ആവറേജ് ഉള്ള പോളിസികളുടെയൊക്കെ എല്ലാ കമ്പനികളുടെ പോളിസികളും ഒരുവിധ സ്റ്റാൻഡേർഡ് ആയിട്ട് പോളിസികൾക്കൊക്കെ ഏകദേശം ഒരേ പ്രീമിയാണ്. ഹൈ സമ്മർഷ്യൂർഡ് ഉള്ള പോളിസികൾക്ക് പ്രീമിയം കുറഞ്ഞു വരും. ആ സ്റ്റാൻഡേർഡ് ആവറേജ് പോളിസി ഒരു 10 ലക്ഷം 15 ലക്ഷം ഒക്കെ വരെ ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഇല്ലാതെ വലിയ സമ്മർഷ്യൂർഡ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കമ്പനി പോളിസികളുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും. നമുക്ക് കമ്പനിയിൽ നിന്ന് അല്ലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ഒക്കെ ആയിരിക്കും അവർക്ക് അവിടെ നിന്ന് ക്ലെയിം കിട്ടുക. മെഡിസപ്പ് ഉള്ളവര് 3 ലക്ഷമാണ് ക്ലെയിം കിട്ടുക. അവർക്കൊക്കെ അതിൽ കൂടുതൽ ഒരു അസുഖം, അതിൽ കൂടുതൽ ഒരു ആശുപത്രി ചെലവ് വന്നാൽ ഒരു ടോപ്പ് അപ്പ് പോളിസി എടുക്കാം ചെറിയ പ്രീമിയത്തില്. അതേപറ്റി നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് ഞാൻ സഹായിച്ചു തരാം. കമ്പനികളിലെ പോളിസി ഉള്ളവർക്ക് ഒരു ടോപ്പ് അപ്പ് പോളിസി, ഒരു ആക്സിഡന്റ് ഒക്കെ വന്നാല് അല്ലെങ്കിൽ ഒരു വലിയ അസുഖം വന്നാല് അവർക്കൊരു കൂടുതൽ പൈസ വേണമെന്ന് ആഗ്രഹിച്ച ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റുന്ന പല കമ്പനികളുടെ നിരവധി പോളിസികളുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിന്. പിന്നെ ഞാൻ പറഞ്ഞു ചെറിയ വരുമാനക്കാർക്ക് ചെറിയ ഒരു ക്ലെയിം മേടിക്കാനായിട്ടുള്ള പോളിസികളുണ്ട്. അങ്ങനെ നിരവധി പോളിസികളുണ്ട്. അതേ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ. പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് 3, 4, 5 തരം വെഹിക്കിൾ ഇൻഷുറൻസുകൾ നമ്മൾ വിപണിയിൽ സുലഭമാണ്. പുതിയ വണ്ടികൾക്ക് കിട്ടുന്ന നിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് കവർ, ഇനി പാർട്ടികൾ പറയുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇങ്ങനെ പറയുന്ന പോളിസികൾ. പിന്നെ പ്രൈവറ്റ് കാറും 2 വീലറും ആണ് പുതിയത് വാങ്ങുന്നതെങ്കിൽ അവർക്ക് IRDയുടെ നിർദ്ദേശപ്രകാരം പ്രൈവറ്റ് കാറിന് 3 വർഷത്തേക്കും 2 വീലറിന് 5 വർഷത്തേക്കും തേർഡ് പാർട്ടി പോളിസി നിർബന്ധമായി കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ കൊടുക്കണേ അങ്ങനെയാണ്. അതില് ഏത് വണ്ടിക്കാണല്ലോ ആദ്യത്തെ 1 വർഷമാണ് വണ്ടിക്ക് ഓൺ ഡാമേജ് പ്രീമിയവും ആൾക്കുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവറും കൂടെ ഉൾപ്പെടുത്തുന്നുള്ളൂ. 2ാം വർഷം മുതല് അവരിത് പ്രത്യേകിച്ച് പോയി ഓരോ കമ്പനിയിൽ ചെന്ന് ഓരോ വർഷവും ഇത് റിന്യൂ ചെയ്താൽ മാത്രമാണ് വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ പണിയാനുള്ള പൈസ കിട്ടുള്ളൂ. പക്ഷെ ഈ പോളിസിയിൽ ആദ്യം എടുക്കുന്ന പോളിസിയാണ് വാഹന്റെ സൈറ്റിൽ കയറുന്നത് 5 വർഷത്തേക്ക്. ആ പോളിസി കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്ലെയിം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ഒരിക്കലും ചെയ്യാൻ കിട്ടൂല. കാരണം എൻ്റെ അടുത്ത് പോളിസി എടുത്തിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തി എന്നോട് ക്ലെയിം ചെയ്യാൻ ചെന്നപ്പോൾ ഞങ്ങളെ വിളിച്ചില്ല, പറഞ്ഞില്ല, വണ്ടിക്ക് എന്തോ ആക്സിഡന്റ് സംഭവിച്ചു. ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് ഒരു ക്ലെയിം ചെയ്യാൻ ചെന്നപ്പോൾ ഈ ആദ്യത്തെ പോളിസി കൈ പിടിച്ചുകൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടില്ല എന്ന് പറഞ്ഞു. അവരതുപോലെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് വണ്ടി പണിതിറക്കി കൊണ്ടുവന്നിട്ട് പിന്നീട് റിന്യൂ ചെയ്യാൻ നേരത്തെ ഞങ്ങൾ വിളിക്കുമ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളുടെ അടുത്ത് പോളിസി എടുത്തിട്ട് ക്ലെയിം കിട്ടിയില്ല. എൻ്റെ അടുത്തുനിന്ന് 2ാമത്തെ ഓൺ ഡാമേജ് പ്രീമിയം ഉള്ള പോളിസിയാണ് എടുത്തിരിക്കുന്നത്. ആ പോളിസി അല്ല അവർ വർക്ക്ഷോപ്പിൽ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലെയിം കിട്ടില്ല. അപ്പൊ ഉടമസ്ഥൻ വേറെ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആള് വേറെ. അങ്ങനെയുള്ള വണ്ടികളുടെ ഇൻഷുറൻസ് നിങ്ങൾ കൃത്യമായി അതിന് ക്ലെയിം എന്തിനൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും, ആർക്കൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് നിങ്ങൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് എപ്പോഴും വിശദമായിട്ടൊന്നും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റൂല. ചിലയിടത്തു നിന്നൊക്കെ അറിയാവുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് വണ്ടി കൈകാര്യം ചെയ്ത് ക്ലെയിം ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊക്കെ കൃത്യമായിട്ട് അറിയാം.
പിന്നെ അല്ലെങ്കിൽ ഒരു നല്ല ഏജന്റ് നിങ്ങൾക്ക് സർവീസ് തരാൻ എപ്പോൾ വിളിച്ചാലും എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഏജന്റ്, അല്ലെങ്കിൽ ഇപ്പൊ നിരവധി പോർട്ടൽ ഓഫീസുകൾ എല്ലാ കമ്പനികളുടെയും ഉണ്ട് നന്നായിട്ട് ചെയ്യുന്ന, അവർക്കൊക്കെ ഇത് പറഞ്ഞു തരാൻ പറ്റും. ചിലപ്പോൾ ഒരു ഷോറൂമിൽ ചെന്ന് നിങ്ങൾ വർഷങ്ങളോളം, ചിലരൊക്കെ ഇവിടെ പോളിസി കൊണ്ട് വരുമ്പോൾ ഒരു വണ്ടി എടുത്തോർത്തി തന്നെ വർഷങ്ങളായിട്ട് പോളിസി പുതുക്കി ഒരു ക്ലെയിം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് വേണ്ടാത്ത സർവീസ് കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് വ്യക്തമായ സർവീസ് തരാൻ ആ ഷോറൂമിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയില്ല. കാരണം അവരൊരു ഏജന്റ് അല്ല, അവർ സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരല്ല, അവർ മാറി മാറി വരുന്നവരാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പിന്നെ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർക്ക് അവർ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തന്നെ പോളിസി നിങ്ങൾക്ക് തരും. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ല കരുത്തുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ വണ്ടി വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനി പോയി, നേരിട്ടൊരു കമ്പനി പോയി, എത്ര സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഓഫീസുകളുണ്ട്, അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നല്ലൊരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു പോർട്ടൽ ഓഫീസിൽ നിന്ന് എടുക്കാം. ഇതിനൊന്നും വലിയ പ്രീമിയം വ്യത്യാസം ഒന്നുമില്ല. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ആഡ് ഓൺ കവറുകൾക്ക് അനുസരിച്ചിട്ടാണ് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നത്. ഇനി കുറയ്ക്കണം, പ്രീമിയം തീരെ കുറച്ച് ഒരു ആവറേജ് പോളിസി നിങ്ങൾ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് ക്ലെയിം വന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. തീരെ പ്രീമിയം കുറച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? എല്ലാ കമ്പനികൾക്കും എല്ലാ സാധനങ്ങളും ഒരുപോലെ കവർ കൊടുത്താൽ മാത്രമാണ് അവർക്ക് അത്യാവശ്യം കവർ കിട്ടുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് കുറച്ചിട്ടല്ലേ നിങ്ങൾക്ക് പ്രീമിയം കുറച്ച് തരുന്നത്. അന്നേരം ഒരു ക്ലെയിം വന്നില്ലെങ്കിൽ നിങ്ങൾ ആരും അറിയുന്നില്ല, എനിക്ക് ഇത്രയും പ്രീമിയം കുറച്ച് അവർ തന്നു എന്ന് പറയും. ക്ലെയിം വന്നു കഴിയുമ്പോഴാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഇതിന് അവിടെ നിന്ന് എടുത്തതിൽ കുറച്ച് അപാകത ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഓരോ വണ്ടി എടുക്കുമ്പോഴും അല്ലെങ്കിൽ വണ്ടി ക്ലെയിം ചെയ്യുമ്പോഴും നിങ്ങൾ ഇനി റിന്യൂ ചെയ്യുമ്പോഴും ഉള്ള പോളിസി, ഒരു തേർഡ് പാർട്ടി പോളിസിയിലാണെങ്കിൽ പോലും പ്രീമിയം കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പൊ ടൂ വീലറിന് ആൾക്കുള്ള കമ്പൽസറി PA കവർ ഇല്ലാതെ എടുത്താൽ 275 രൂപ GST കൂടെ കുറയും. പക്ഷെ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ 10 പൈസ നിങ്ങൾക്ക് ക്ലെയിം കിട്ടില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പോളിസികൾ സെലക്ട് ചെയ്യാൻ ഒരു നല്ലൊരു ഏജന്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റിന് അല്ലെങ്കിൽ പോർട്ടൽ ഓഫീസുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകൾ ഒക്കെ നിങ്ങൾ സമീപിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന് നല്ല സർവീസ് കിട്ടുന്ന ആളും എപ്പോൾ വിളിച്ചാലും, ഇപ്പൊ പാതിരാത്രിക്കൊന്നും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ അവർ ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നോക്കുന്ന ഒരാളും അവർക്ക് അതിന് വേണ്ട അറിവുള്ള ഒരാളോടും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മേടിച്ചാൽ അവർക്കത് നിങ്ങളെ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അങ്ങനെയുള്ളവരിൽ നിന്ന് മാത്രം നിങ്ങൾ പോളിസി എടുക്കാൻ ശ്രമിക്കുക. അവരോട് കാര്യങ്ങൾ ചോദിച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ മറുപടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരിൽ നിന്ന് കഴിയുന്നു എടുക്കാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഫോണിൽ എപ്പോൾ വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലോ കിട്ടില്ലാത്ത ഒരാൾ, നോക്കില്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളിൽ നിന്നൊന്നും നിങ്ങൾ പോളിസി എടുക്കാതിരിക്കുക. നിങ്ങളുടെ വരുമാനം, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വരുമാനം ഗ്രാജുവലി ഉയരുവോ താഴുവോ, അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണാണോ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പൊ ചെറുപ്പത്തിലെ ഒരു പോളിസി എടുത്തു, നിങ്ങൾക്ക് ഒരിക്കലും വരുമാനം കൂടാത്ത അല്ലെങ്കിൽ ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാള് നല്ലൊരു പോളിസി ചെറുപ്പത്തിൽ എടുക്കുമ്പോൾ പ്രീമിയം കുറവാ. ഓരോ വയസ്സ് കൂടുന്തോറും, ഇനിയുള്ള കാലങ്ങളിൽ ഓരോ വയസ്സ് കൂടുന്തോറും, മറ്റേ നേരത്തെ ഒരു 5 വർഷത്തിൽ കൂടുമ്പോഴായിരുന്നു പ്രീമിയം കൂടുന്നത്, ഇപ്പൊ ഓരോ വയസ്സ് കൂടുന്തോറും പ്രീമിയം കൂടുന്ന പോളിസികളാണ് ഇനിയുള്ളതെല്ലാം 5000 രൂപയുടെ നിർദ്ദേശപ്രകാരം. അപ്പൊ നിങ്ങൾക്ക് ഒരു 50 വയസ്സ്, ഒരു 45, 50, 55 കിടക്കുമ്പോൾ പ്രീമിയം നന്നായിട്ട് കൂടും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും നാളുള്ള ആനുകൂല്യങ്ങളിലൊക്കെ ഒത്തിരി കുറവ് വരും. അന്നേരമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഷുറൻസ് കവറേജ് ആവശ്യമുള്ള സമയം വരുന്നത്. ഒരു മനുഷ്യനൊരു 45 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെയുള്ളൊക്കെ ഉള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ആശുപത്രി ചെലവിനുള്ള, ചികിത്സാ ചെലവിനുള്ള പോളിസിയൊക്കെ അത്യാവശ്യമായി വരുന്നത്. കാരണം അന്നേരം അങ്ങനെ ഒരാൾക്ക് ഒരു വീട്ടില് ഒരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അതുവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മക്കളുടെ വിവാഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, വീട് പണിയാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും ഒരു വലിയ ഹെൽത്ത് പ്രോബ്ലം വന്നാൽ നഷ്ടപ്പെടും. ആ സമയത്ത് അവന് പിന്നെ അത് ഒരിക്കലും നേടാൻ സാധിക്കില്ല. കാരണം പിന്നീട് അവന്റെ ജീവിതത്തിൽ പിന്നെ വരുമാനം ഉണ്ടാക്കാൻ അവനില്ല. അത്രയും കാലം സ്വരുക്കൂട്ടിയ ഒരു വരുമാനമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ആ സമയത്തേക്കെങ്കിലും നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നേരത്തെ ഒരു 3-4 വർഷം മുമ്പ് എടുത്താൽ പിന്നെ വരുന്ന എല്ലാത്തിനും നമുക്ക് ക്ലെയിം കിട്ടും. നമ്മൾ ഒരു അസുഖത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് പോയി പോളിസി എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അസുഖത്തിന് ക്ലെയിം കിട്ടില്ല. പിന്നെ ഉള്ള അസുഖങ്ങൾ നേരത്തെ ഇപ്പൊ ചെറുപ്പത്തിലേ മുതൽ വന്നു പോയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പോളിസി എടുക്കുക. എങ്കിലും നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിക്ക് കവറേജ് കിട്ടും, ആ അസുഖത്തിന് തന്നെ ക്ലെയിം കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏകദേശമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഇതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, താഴെ പറയുന്ന നമ്പറിൽ. ഇതിന്റെ നമ്പർ താഴെ കൊടുത്തിരിക്കാം. അപ്പൊ താങ്ക് യു.